നമ്മളെല്ലാവരും ഒരുപാട് തവണ കേട്ട ഒരു കാര്യമാണ്, നമുക്ക് കൊലപാതകം വേണമെങ്കിൽ ഒളിച്ചു വെക്കാം, ഒരു മോഷണം വേണമെങ്കിൽ നമുക്ക് മറച്ചു വെക്കാം, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചു കാലം പിടിച്ചു വെക്കാം. എന്നാൽ ഒരു ഗർഭം ഉണ്ടായി കഴിഞ്ഞാൽ അത് അധികകാലം ഒന്നും നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല, അത് മറ നീക്കി പുറത്തു വരും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ പോലും അറിയാതെ, സ്വന്തം വീട്ടിലെ വീട്ടുകാർ പോലും അറിയാതെ 10 മാസം വയറിൽ ചുമന്ന് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ഒരു കരിയിലക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് ഒരു കൂസലുമില്ലാതെ ആ വീട്ടിൽ തന്നെ യാതൊരുവിധ ഒരു തെളിവ് പോലും ഇല്ലാതെ, ഒരു വ്യക്തിക്ക് പോലും അറിയാതെ ആ വീട്ടിൽ തന്നെ താമസിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അത് മറ്റെവിടെയുമല്ല, ഈ ദുനിയാവിന്റെ വേറെ ഏതോ ലോകത്തൊന്നുമല്ല, നമ്മുടെ ഈ കേരളത്തിൽ ഈ കൊല്ലത്താണ് നടന്നിട്ടുള്ളത്. അത് ഈ വർഷം ജനുവരി മാസം 5-ാം തീയതി അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ആ ഒരു സംഭവം ചിലരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2021 ജനുവരി 5-ാം തീയതി കൊല്ലം പറവൂർ എന്നുള്ള സ്ഥലത്ത്, കല്ലുവാതിൽക്കൽ എന്നുള്ള ഒരു സ്ഥലത്ത്, ഒരു വീട്ടില് ഒരു പറമ്പിൽ നിന്ന് ഒരു കുട്ടിയെ, ഒരു പ്രസവിച്ച് കുറച്ച് സമയം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ കിട്ടുകയാണ്. ആ വീട്ടിലെ ഉടമസ്ഥനായിട്ടുള്ള സുദർശനൻ പിള്ളയുടെ വീട്ടിൽ നിന്നാണ് ഈ ഒരു കുട്ടിയെ കിട്ടിയത്. ആ വീട്ടിലുള്ളവർക്കും അറിയില്ല ഇത് എവിടെ നിന്ന് വന്ന കുട്ടിയാണ്. നാട്ടുകാരൊക്കെ വന്നു, അവർക്കും അറിയുന്നില്ല ഈ കുട്ടി എവിടെ നിന്നാണ്. പക്ഷെ അവർക്കറിയാം ഇത് പ്രസവിച്ചിട്ട് അധിക സമയമായിട്ടില്ല, കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ കുട്ടിയെ കിടന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ കരിയിലകളൊക്കെ ഇട്ട് കത്തിച്ചിരുന്ന ഒരു സ്ഥലത്ത്, അവിടെയാണ് ആ കുട്ടിയെ കിടക്കുന്നത്. ആ കുട്ടിയെ അപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ വെച്ച് ആ കുട്ടി മരണപ്പെടുകയാണ്. ശ്വാസകോശത്തിൽ കരിയിലയുടെ അംശം ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ് മരണകാരണമായിട്ട് പറഞ്ഞത്. ആ കുട്ടി അങ്ങനെ മരണപ്പെട്ടു. ആ ഒരു കുട്ടി എവിടെ നിന്ന് വന്നതാണ്, ആ കുട്ടി ആരുടേതാണ് എന്ന് നാട്ടുകാർക്കും പോലീസിനും യാതൊരുവിധ പിടുത്തവും കിട്ടിയില്ല. എന്നാൽ ആ അന്വേഷണം പോലീസ് വെറുതെ വിട്ടില്ല. പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ പോലീസ് ആ നാട്ടിലുള്ള ആളുകളെയൊക്കെ, ആ ഒരു വീടിന് അടുത്തുള്ള ആളുകളൊക്കെ, പെൺകുട്ടികളൊക്കെ പ്രസവിക്കാനായതും അല്ലെങ്കിൽ പ്രസവിച്ച ആ ഒരു ഏജിലുള്ള പെൺകുട്ടികളൊക്കെ ആ ഒരു പരിസരത്ത് കൂടി അവരെ ഒരു ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോവുകയും എന്നിട്ട് എന്തെങ്കിലും ഒരു സൂചനയോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അവർ ആ പരിസരത്തൊക്കെ കൊണ്ടുപോയി. പക്ഷെ അവിടെ നിന്നൊന്നും യാതൊരുവിധ ക്ലൂവും അവർക്ക് കിട്ടിയില്ല. ആരാണ് ഈ കുഞ്ഞിന്റെ അമ്മ എന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് 2021 ജനുവരി 5-ാം തീയതി മുതൽ ഇപ്പോ 2021 ഈ ജൂൺ മാസം 28-ാം തീയതി വരെ എത്തിയ ഈ ഒരു സമയത്തിൽ, ഈ ഒരു 2 ദിവസം മുമ്പാണ് ആരാണ് ആ ഒരു കുഞ്ഞിന്റെ അമ്മ എന്നുള്ള വിവരം ആളുകൾ അറിഞ്ഞത്, പോലീസിന് ആ ഒരു വിവരം കണ്ടെത്തിയത്. ഈ വിവരം അറിഞ്ഞപ്പോൾ ആ വീട്ടുകാരും നാട്ടുകാരും പോലീസും തന്നെ ഞെട്ടിപ്പോയി. കാരണം അത് മറ്റാരുമായിരുന്നില്ല, ആ വീട്ടുവളപ്പിലെ ആ അച്ഛന്റെ മകളായ രേഷ്മ എന്നു പേരുള്ള 22 വയസ്സായ പെൺകുട്ടിയാണ് ആ കുഞ്ഞിന്റെ അമ്മ. ഇത് എങ്ങനെയാണ് തെളിഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസ് ആ വീട്ടിലുള്ള ആ പരിസരത്തുള്ള ആളുകളുടെ ഒക്കെ DNA കൊണ്ടുപോയിരുന്നു. ആ ഒരു രക്തസാമ്പിൾ കൊണ്ടുപോയിരുന്നു. ഈ കുട്ടിയുടെ രക്തസാമ്പിളുമായി മാച്ച് ചെയ്തിട്ട് DNA നോക്കിയിട്ട് ആരാണ് ഇതിന്റെ അമ്മ എന്ന് കണ്ടുപിടിക്കണല്ലോ, അങ്ങനെ അതിനു വേണ്ടിയിട്ട് കൊണ്ടുപോയിരുന്നു. അങ്ങനെ പോലീസിന് ഈ 2 ദിവസം മുമ്പാണ് ആ വിവരം കിട്ടിയത്. ഈ കുഞ്ഞിന്റെ അമ്മ എന്ന് പറയുന്നത് രേഷ്മ എന്ന് പറയുന്ന 22 വയസ്സുകാരിയാണ്. ഇതിലെ കൗതുകം എന്തെന്ന് പറഞ്ഞാൽ, ഈ രേഷ്മയ്ക്ക് ഔഹിതത്തിൽ ഉണ്ടായ കുഞ്ഞൊന്നുമല്ല, ഇത് സ്വന്തം ഭർത്താവിന്റെ കുഞ്ഞു തന്നെയാണ്. അതായത് തന്റെ 2ാമത്തെ കുഞ്ഞ്. ഒരു 2 വയസ്സ് പ്രായമുള്ള മറ്റൊരു കുഞ്ഞു കൂടി രേഷ്മക്ക് ഉണ്ട്. ആ രേഷ്മയാണ് 2ാമത്തെ കുഞ്ഞിനെ ഈ പ്രസവിച്ചിട്ട് വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള വെയിലിക്കടുത്തുള്ള ആ ഒരു കരിയിലയിലേക്ക് കുട്ടിയെ ഇട്ടത് എന്നുള്ള വിവരം ആ നാട്ടുകാരും വീട്ടുകാരും ഒന്നിച്ച് നെട്ടലോടെയാണ് ആ ഒരു വിവരം മനസ്സിലാക്കിയത്. എല്ലാവർക്കും ഉണ്ടാവുന്ന സ്വാഭാവിക സംശയം പോലെ എനിക്കും ഒരു സ്വാഭാവികമായിട്ടുള്ള ആ സംശയം തന്നെയാണ് ആദ്യം ഉയർന്നു വന്നത്. എന്തായാലും നമുക്ക് എന്ത് കാര്യം മറച്ചു വെക്കാം. ഈ ഗർഭമാകുമ്പോൾ ഇത് വയറ് വീർത്തു വരുമ്പോൾ നമുക്ക് നാട്ടുകാർക്ക് അറിയില്ലെങ്കിലും വീട്ടുകാർക്കെങ്കിലും കാര്യം മനസ്സിലാവേണ്ടതല്ലേ. എങ്ങനെയാണ് 10 മാസം ഈ ഒരു വിവരം പുറത്തറിയാതെ അവൾ സൂക്ഷിച്ചത്? അതിന് അവൾ ചെയ്ത മാർഗമെന്ന് പോലീസിനോട് പറഞ്ഞത് ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ഇടുക, അതുപോലെ തന്നെ വയറിന്റെ ഭാഗത്ത് ഇൻഷേപ്പൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ബെൽറ്റുകൾ ഉണ്ടല്ലോ, വയറ് കുറക്കാനൊക്കെയുള്ള അത്തരത്തിലുള്ള ബെൽറ്റുകൾ കെട്ടിയിട്ട് വളരെ ടൈറ്റ് ആക്കി വെച്ചിട്ട് ലൂസുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ടാണ് അവർ അത്രയും കാലം പിടിച്ചു നിന്നത് എന്നാണ് പറയുന്നത്.
പക്ഷെ അപ്പോഴും അവര് ഒരുവിധ സംശയം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാ ജോലികളും അവർ ചെയ്തിരുന്നു. മുറ്റമടിച്ചു വരിയിരുന്നു, പാത്രം കഴുകിയിരുന്നു, ബാക്കി എല്ലാ ജോലികളും യാതൊരുവിധ കൂസലുമില്ലാതെ അവർ ചെയ്തിരുന്നു എന്നും അവർ വെളിപ്പെടുത്തുന്നു. ആ വീട്ടിലുള്ളവരും അത് അംഗീകരിക്കുന്നു. ആ അച്ഛൻ തന്നെ പറഞ്ഞു, ഇത്രയും കാലത്തിനിടയ്ക്ക് അവൾക്ക് ഇങ്ങനെ ഗർഭമുണ്ട് എന്നുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞതേയില്ല, അതിന് യാതൊരുവിധ സൂചനയും ലഭിച്ചില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത്. അങ്ങനെ അവള് ഇത് എന്തിനു ചെയ്തു എന്നുള്ള ഒരു ചോദ്യമാണ് എല്ലാവരെയും ഇതിലേറെ ഞെട്ടിച്ച സംഭവം. അവളുടെ കാമുകൻ പറഞ്ഞിട്ടാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ ഉപേക്ഷിച്ചത്. കുഞ്ഞിനെ കൊല്ലാൻ തനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് കുഞ്ഞിനെ പറമ്പിലിട്ടത്. ആരെങ്കിലും എടുത്തുകൊണ്ടുപോയി വളർത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് അവരെ കുഞ്ഞിനെ പറമ്പിലിട്ടത്. എന്നാൽ ആ കുഞ്ഞ് മരണപ്പെടുകയും ചെയ്തു. താൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു കാമുകന് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് ഇതിൽ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യമുണ്ട്. അതായത് അവർ ഒരുപാട് ചോദ്യം ചെയ്തപ്പോൾ അനന്തു എന്നുള്ള ഒരു പേരാണ് അവർ അവസാനമായിട്ട് കിട്ടിയത്. ആരാണ് അനന്തു? ആ ഒരു അക്കൗണ്ട് ഉണ്ടോ? അതൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി ആ ഒരു അനന്തു എന്നിവരെ തപ്പി നോക്കിയപ്പോൾ അതൊരു ഫേക്ക് അക്കൗണ്ടാണ്. പലവട്ടം അനന്തുവും ഈ അനന്തു എന്ന് പറയുന്നത് 100% അനന്തു ആണ് എന്നല്ല, ആ ഒരു പേര് അനന്തു എന്നുള്ള ഒരു സാധ്യതയാണ്. ആ ഒരു വ്യക്തിക്കും ഈ രേഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയും ഇതുവരെ തമ്മിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു തനിക്ക് ഒരു നോക്ക് പോലും കാണാതെ, ഒരു തവണ പോലും കാണാത്ത ആ കാമുകൻ പറഞ്ഞിട്ടാണ് ഈ തന്റെ പ്രസവിച്ച കുഞ്ഞിനെ അവര് ഉപേക്ഷിച്ചത്. അതിനുള്ള കാരണം പറയുന്നത്, എനിക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ കൂടി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് കാമുകൻ പറഞ്ഞു എന്നുള്ളതാണ്. ഈ കാമുകൻ ഉള്ളതാണോ അതോ കാമുകന്റെ പേരിൽ വേറെ ആരെങ്കിലും ഫേക്ക് ഐഡി ഉണ്ടാക്കിയതാണോ? ഇങ്ങനെ ഒരു കാമുകൻ നിലവിലുണ്ടോ എന്നുള്ള ഒരു കാര്യം ഇന്നും നിഗൂഢമായി തുടരുകയാണ്. 6 മാസത്തിന് ശേഷം, നീണ്ട 6 മാസത്തിന് ശേഷമാണ് ഇതിനൊരു തുമ്പുണ്ടാകുന്നത്. ഇത് തുമ്പുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേഷ്മയുടെ ഭർത്താവിന്റെ ചേട്ടന്റെ ഭാര്യയായ ആര്യയുടെ പേരിലായിരുന്നു രേഷ്മയുടെ സിം കാർഡ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു വിവരം, എങ്ങനെയാണ് ഫോണ് കിട്ടിയത്, സിം എങ്ങനെ എടുത്തു, എന്തിനെടുത്തു കൊടുത്ത് എന്നുള്ള വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ആര്യയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അങ്ങനെ പാരിപ്പള്ളി പോലീസ് ആര്യയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു. പക്ഷെ അവര് വീട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷം ആര്യയെ പിന്നീട് ആരും കണ്ടില്ല. ആര്യയും ആര്യയുടെ ഭർത്താവിന്റെ സഹോദരിയുടെ മകളായ ഗ്രീഷ്മയും ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആ ദിവസം അവര് വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. പിറ്റേ ദിവസം ഇത്തിക്കര ആറ്റിലാണ് ഇവര് രണ്ടുപേരുടെയും മൃതദേഹം പൊന്തിയത്. പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ച ഇവര് എന്തിനാണ് രണ്ടുപേരും ഒരുമിച്ച് ആത്മഹത്യ ചെയ്തത്? ആ ഒരു കാര്യം എന്താണെന്ന് പോലീസിന് യാതൊരുവിധ പിടുത്തവും കിട്ടിയില്ല. ആ ആത്മഹത്യ ചെയ്ത ഇടത്തു നിന്നും ഒരു ആത്മഹത്യ കുറിപ്പ് കിട്ടിയിരുന്നു. അതില് അവൾ എഴുതിയത് ഇങ്ങനെയായിരുന്നു: രശ്മി വഞ്ചകി എന്നാണ് എഴുതിയിരുന്നത്. അതിലെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്, തന്നെ അവൾ വഞ്ചിച്ചു എന്നാണ് അവര് വിശ്വസിച്ചത്. അതായത് ഒരു കുഞ്ഞിനെ കൊന്ന കേസിൽ ഇവർ രണ്ടുപേരും പിടിക്കപ്പെടും എന്നുള്ള ആ ഒരു പേടിയിൽ, ആളുകൾ ആ ഒരു കാര്യം കാണുമെന്നുള്ള പേടിയിലാണ് ഇവർ രണ്ടാളും ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് ആ കുറിപ്പിൽ പറയുന്നത്. കൂടാതെ തന്റെ ഭർത്താവുമായിട്ട് ജീവിച്ച് എനിക്ക് കൊതി തീർന്നില്ല എന്നും തന്റെ മക്കളെ നന്നായി നോക്കണം എന്നും ആ ഒരു കത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവര് ആത്മഹത്യ കൂടി ചെയ്തപ്പോഴാണ് ഇത് കൂടുതൽ നിഗൂഢമായത്. അതായത് ഈ ഒരു കുഞ്ഞ് മരണപ്പെട്ടതിൽ ഇവർ രണ്ടുപേരും എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? എങ്ങനെയാണ് ഈ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നുള്ള ചാറ്റുമായി ഒരു തവണ പോലും കാണാത്ത ഒരു വ്യക്തിയുമായുള്ള അടുപ്പത്തിൽ സ്വന്തം കുഞ്ഞിനെ ഒഴിവാക്കാൻ അവള് മുന്നോട്ട് വന്നത്? എങ്ങനെയാണ് ഇത്ര ദിവസം യാതൊരുവിധ ഐഡിയയുമില്ലാതെ ഇരുന്ന ഇവര് പെട്ടെന്ന് ഒരു ദിവസം ആത്മഹത്യ ചെയ്തത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിഗൂഢമായി തുടരുന്നു. എങ്ങനെ, എപ്പോ, എവിടെ പ്രസവിച്ചു എന്ന് ചോദിച്ചപ്പോൾ തന്റെ വീട്ടിലെ ബാത്റൂമിൽ ജനുവരി 4-ാം തീയതിയാണ് അവൾ പ്രസവിച്ചതെന്നും അതിനുശേഷം തൊട്ടപ്പുറത്തുള്ള പറമ്പില് ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഇട്ടു എന്നും രേഷ്മ പോലീസിന് വെളിപ്പെടുത്തി. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി, കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി അവൾ ഇപ്പോൾ റിമാൻഡിലാണ്. വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തിനാണ് കൊന്നത്? കാമുകൻ പറഞ്ഞിട്ട് തന്നെയാണോ?
ഈ കുഞ്ഞ് അവരുടെ തന്നെയാണോ, അതോ ഇതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതോ അവൾ ഗർഭിണിയായ വിവരം വീട്ടുകാർക്ക് എല്ലാവർക്കും അറിഞ്ഞിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. 10 വർഷം നമ്മൾ ഒരു റൂമിൽ രണ്ടുപേര് താമസിച്ചു എന്നുള്ള വിവരം ഞെട്ടലോടെ കേട്ടിട്ട് അധികം ദിവസമായിട്ടില്ല. ഇവിടെയാണ്, ഈ കേരളത്തിലാണ് ഒരു കുഞ്ഞിനെ 10 മാസം ഗർഭം ചുമന്ന് സ്വന്തം വീട്ടിലുള്ളവർ പോലും അറിഞ്ഞില്ല എന്ന് പറയുന്ന ഈ ഒരു വാർത്ത കൂടി വരുന്നത്. എത്രയ്ക്ക് നിഗൂഢമായ കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് തന്നെ സ്വയം ഭയപ്പെടേണ്ടതുണ്ട്. കാരണം തൊട്ടടുത്ത വീട്ടിലോ സ്വന്തം വീട്ടിലോ സ്വന്തം തൊട്ടപ്പുറത്തെ മുറിയിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടി ഇതോടുകൂടി പറഞ്ഞു വെക്കുകയാണ്. നിങ്ങൾ ഒരിക്കൽ പോലും കാണാത്ത, ഒരു കോൾ പോലും ചെയ്യാത്ത വ്യക്തികളുമായി പ്രണയത്തിലാവുകയും അവർക്ക് വേണ്ടി സ്വന്തം മകളെയും മകനെയും അച്ഛനെയും അമ്മയെയും ഭർത്താവിനെയും കൊല്ലാൻ ശ്രമിക്കുന്ന നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരാൾ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നോ, അതോ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും തമാശക്ക് ചെയ്തതായിരിക്കുമോ, അതല്ലെങ്കിൽ നിങ്ങളെ അറിയുന്നവർ തന്നെ ഇത് പറ്റിച്ചതാണോ, അതോ നിങ്ങളോട് ഈ ഇഷ്ടപ്പെടുന്ന അതേ സമയം വേറെയും 10 പേരോട് ഉണ്ടാവുമോ എന്നുള്ള വിവരം ഒന്നും അറിയാതെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വീട്ടിൽ നിന്നും, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് നിന്നും, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും യാതൊരുവിധ ഒരു മുഖം പോലും കാണാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ വ്യക്തി, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് നിങ്ങൾക്ക് മാത്രമായിരിക്കും. അവർക്ക് ആ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്ന ഒരൊറ്റ കാര്യം മാത്രമായിരിക്കും നഷ്ടപ്പെടാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അജു ആണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ വിവരം അറിയാത്ത ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.